സഭാപ്രസംഗകൻ്റെ പുസ്തകം അധ്യായം 4 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1. സഭാപ്രസംഗകൻ അധ്യായം 4 ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 16. ചോദ്യം 2. വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു. ആര്? സഭാപ്രസംഗകൻ. ചോദ്യം 3. വീണ്ടും ഞാൻ സൂര്യന് എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു. സഭാപ്രസംഗകൻ 4:1 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം കീഴെയുള്ള. ചോദ്യം 4. വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എന്ത് വീക്ഷിച്ചുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം എല്ലാ മർദ്ദനങ്ങളും. ചോദ്യം 5. ആരുടെ കണ്ണീർ ഞാൻ കണ്ടുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മർദ്ദിതരുടെ. ചോദ്യം 6. ആരേക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചുപോയവരെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ജീവിച്ചിരിക്കുന്നവരെക്കാൾ. ചോദ്യം 7. ഇനിയും സൂര്യന് കീഴെ നടക്കുന്ന കണ്ടിട്ടില്ലാത്തവരുമാണ് ഭാഗ്യവാന്മാർ. സഭാപ്രസംഗകൻ 4:3 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ജനിച്ചിട്ടില്ലാത്തവരും തിന്മകൾ. ചോദ്യം 8. ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന എന്ത് കണ്ടിട്ടില്ലാത്തവരുമാണ് ഭാഗ്യവാന്മാർ? ഉത്തരം തിന്മകൾ. ചോദ്യം 9. എന്തൊക്കെയാണ് മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് സഭാപ്രസംഗകൻ ഗ്രഹിച്ചത്? ഉത്തരം എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും. ചോദ്യം 10. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും ആരുടെ സ്പർദ്ധയുടെ ഫലമാണെന്ന് സഭാപ്രസംഗകൻ ഗ്രഹിച്ചു? ഉത്തരം മനുഷ്യരുടെ. ചോദ്യം 11. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ എന്തിൻ്റെ ഫലമാണെന്ന് സഭാപ്രസംഗകൻ ഗ്രഹിച്ചു? ഉത്തരം സ്പർദ്ധയുടെ. ചോദ്യം 12. ഇതും മിഥ്യയും പാഴ്വേലയുമാണ് സഭാപ്രസംഗകൻ 4:4 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും. ചോദ്യം 13. കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത് ആര്? ഉത്തരം ഭോഷൻ. ചോദ്യം 14. എന്താണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ഒരു പിടി സ്വസ്ഥത. ചോദ്യം 15. ഒരു പിടി സ്വസ്ഥത എന്ത് നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമമാണ്? ഉത്തരം ഇരു കൈകളും. ചോദ്യം 16. ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള പാഴ്വേലയെക്കാളും ഉത്തമം. സഭാപ്രസംഗകൻ 4:6 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അധ്വാനത്തെക്കാളും. ചോദ്യം 17. ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും സഭാപ്രസംഗകൻ 4:6 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഉത്തമം. ചോദ്യം 18. ആർക്കാണ് അധ്വാനത്തിന് അറുതിയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും. ചോദ്യം 19. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും എന്തിനാണ് അറുതിയില്ലാത്തത്? ഉത്തരം അധ്വാനത്തിന്. ചോദ്യം 20. ധനം അവന് മതി വരുന്നില്ല. സഭാപ്രസംഗകൻ 4:8 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം എത്രയായാലും. ചോദ്യം 21. ആർക്കു വേണ്ടിയാണ് സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല. സഭാപ്രസംഗകൻ 4:8 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അധ്വാനിക്കുകയും. ചോദ്യം 22. ഒരാളേക്കാൾ മെച്ചമാണ്? ഉത്തരം 2 പേർ. ചോദ്യം 23. 2 പേർ ഒരേക്കാൾ മെച്ചമാണ് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ചോദ്യം 24. എങ്ങനെ ആയിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല? ഉത്തരം ഒറ്റക്കായിരിക്കുന്നവൻ. ചോദ്യം 25. ഒറ്റയ്ക്കായിരിക്കുന്നവൻ താങ്ങാൻ ആരുമില്ല. സഭാപ്രസംഗകൻ 4:10 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം വീണാൽ. ചോദ്യം 26. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ എന്തു ചെയ്യാൻ ആരുമില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം താങ്ങാൻ ആരുമില്ല. ചോദ്യം 27. 2 പേർ എങ്ങനെ കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും? ഉത്തരം ഒരുമിച്ച് കിടന്നാൽ. ചോദ്യം 28. ആരെയാണ് കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാമെന്ന് സഭാപ്രസംഗകൻ 4:12 പറയുന്നത്? ഉത്തരം ഒറ്റയ്ക്കായിരിക്കുന്നവനെ.
ചോദ്യം 29. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയുന്നത്? ഉത്തരം മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. ചോദ്യം 30. നിർധനനെങ്കിലും ആരാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം? ഉത്തരം ബുദ്ധിമാനായ യുവാവ്. ചോദ്യം 31. ബുദ്ധിമാനായ യുവാവാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം. സഭാപ്രസംഗകൻ 4:13 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം നിർധനനെങ്കിലും. ചോദ്യം 32. നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് എന്ത് നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം? ഉത്തരം ഉപദേശം. ചോദ്യം 33. ഒരുവന് നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം. സഭാപ്രസംഗകൻ 4:14 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം കാരാഗൃഹത്തിൽ നിന്ന്. ചോദ്യം 34. അവൻ്റെ വരേണ്ടിയിരുന്ന ആ യുവാവിനെയും സൂര്യന് കീഴിലുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടു. സഭാപ്രസംഗകൻ 4:15 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സ്ഥാനത്ത്. ചോദ്യം 35. അവൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും എന്തിനു കീഴിലുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം സൂര്യന്. ചോദ്യം 36. അവൻ്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും സൂര്യന് കീഴിലുള്ള എന്തും ഞാൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം എല്ലാ ജീവികളെയും. ചോദ്യം 37. അവൻ്റെ ആർക്ക് എണ്ണമില്ല? ഉത്തരം പ്രജകൾക്ക്. ചോദ്യം 38. അവൻ്റെ പ്രജകൾക്ക് എന്തില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം എണ്ണമില്ല. ചോദ്യം 39. അവൻ എല്ലാവർക്കും എങ്കിലും പിന്നീട് അവനിൽ പ്രീതി തോന്നുകയില്ല. സഭാപ്രസംഗകൻ 4:16 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം അധിപനായിരുന്നു വരുന്നവർക്ക്. ചോദ്യം 40. അവൻ അവർക്ക് അധിപനായിരുന്നുവെങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ എന്തു തോന്നുകയില്ല? ഉത്തരം പ്രീതി. ചോദ്യം 41. സഭാപ്രസംഗകൻ 4:3 സമാനമായ പഴയ നിയമഭാഗങ്ങൾ. ഉത്തരം ജോബ് 3:16, ജെറമിയ 20:18. ചോദ്യം 42. സഭാപ്രസംഗകൻ 4:9 സമാനമായ പുതിയ നിയമഭാഗം. ഉത്തരം ലൂക്ക 10:1.